എല്ലാവർക്കും അമൃതവർഷിണി വീഡിയോസിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ PSC എക്സാമിനേഷനൊക്കെ കൂടുതലും സ്റ്റേറ്റ് സിലബസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പം 7ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാം? കേരള കാർഷിക സർവകലാശാല KAU, മണ്ണുത്തി, തൃശ്ശൂര്. ഇവിടെ വിവിധ ഇനം വിളകൾ, പിന്നെ മൃഗങ്ങൾ, പക്ഷികൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള അറിവുകളൊക്കെ നൽകുന്നതാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. അപ്പം എവിടേക്കായിരുന്നു? മണ്ണുത്തി, തൃശ്ശൂര്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRI, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു ഇവിടുത്തെ പ്രവർത്തനം നടത്തുന്നത്. പിന്നെ കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം CPCRI, കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ ഇവയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഇവിടെ നടത്തുന്നത്. ഇനി കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനവും പഠനവും ആയിരുന്നു ഇവിടെ നടത്തുന്നത്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR, കോഴിക്കോട്. സുഗന്ധവ്യഞ്ജനങ്ങളെ കുറിച്ചുള്ള പഠനമായിരുന്നു ഇവിടെ നടത്തുന്നത്. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. പതിവെക്കലിന് ഫലപ്രദമായ സസ്യങ്ങൾക്ക് ഉദാഹരണം ചെമ്പരത്തി, സപ്പോട്ട, മുല്ല. എന്താണ് ഈ പതിവെക്കൽ എന്ന് പറയുന്നത്? മാതൃസസ്യത്തിൽ നിന്ന് കമ്പുകളിൽ വേര് മുളപ്പിച്ചിട്ട് മണ്ണിൽ കുഴിച്ചു വെച്ചിട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നതിനെയായിരുന്നു പതിവെക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ളതാണ് നാഗപതിവെക്കൽ എന്ന് പറയുന്നത്. നാഗപതിവെക്കലിന് ഉദാഹരണമാണ് കുരുമുളക്. നമ്മുടെ ഈ കുരുമുളക് ചെടി അതിന്റെ കമ്പത്തെടുക്കും, അത് മണ്ണിൽ കുഴിച്ചു വയ്ക്കും. അതിന് മുട്ട് പോലെ സ്ഥലമുണ്ടല്ലോ, അതിലോട്ട് ആ ഭാഗത്തൊക്കെ മണ്ണിട്ടിട്ട് ഒരേ സമയം ആ ഇതിൽ നിന്ന് തന്നെ പല തൈകൾ കിളിപ്പിച്ചെടുക്കുന്നതിന് പറയുന്ന പേരാണ് നാഗപതിവെക്കൽ എന്ന്. അപ്പം നാഗപതിവെക്കലിനുള്ള ഉദാഹരണമാണ് കുരുമുളക് എന്ന് പറയുന്നത്. ഇനി കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചെടിയുടെ കൊമ്പിന് വിളിക്കുന്ന പേര് സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം. പിന്നെ കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചെടിയുടെ കൊമ്പിനെ വിളിക്കുന്ന പേര് ഒട്ടുകമ്പ്. ഒട്ടുകമ്പ് അല്ലെങ്കിൽ സയൻ. ഇനി അടുത്തത് ആസിഡിന്റെ സൂചകങ്ങളായി ഉപയോഗിക്കുന്ന വസ്തു മീഥൈൻ, ഓറഞ്ച്. ബേസിന്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നത് ഫിനോഫ്തലിൻ. രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ലൂക്കോപീനിയ. എന്തായിരുന്നു? ലൂക്കോപീനിയ. അടുത്തത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഏക കൃഷി ശാസ്ത്രജ്ഞൻ നോർമാൻ ബോർലോഗ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരായിരുന്നു? നോർമാൻ ബോർലോഗ്. രോഗങ്ങൾ ശമിപ്പിക്കാനായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച ആദ്യത്തെ രാജ്യം ഈജിപ്റ്റ്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ അപ്പോൾ ഡോക്ടർമാരെ നമുക്ക് ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാം. അത് ആദ്യമായിട്ട് ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം നടത്തുന്നതായിരുന്നു ഈജിപ്തിലായിരുന്നു ആദ്യം തുടക്കം കുറിച്ചത്. ഇനി യുനാനി ചികിത്സ ആരംഭിച്ച രാജ്യം ഗ്രീസ്. പിന്നെ സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB. രക്തഗ്രൂപ്പ് ഏതായിരുന്നു? AB. ഇനി എല്ലാ രക്തഗ്രൂപ്പുകൾക്കും എല്ലാ രക്തഗ്രൂപ്പിനും കൊടുക്കാൻ പറ്റുന്ന ഒരു രക്തഗ്രൂപ്പായിരുന്നു O. എല്ലാം സ്വീകരിക്കുന്നത് ഏതായിരുന്നു? AB. ഇനി ജലവും ലവണങ്ങളും വേരിൽ നിന്ന് ഇലകളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന സസ്യത്തിന്റെ ഭാഗം സൈലം. രക്തത്തിലെ ദ്രാവക ഭാഗമേത്? പ്ലാസ്മ. മത്സ്യങ്ങളിലെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 2. ആഹാരം പൂർണ്ണമായി ദഹിക്കുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചായിരുന്നു? ചെറുകുടൽ. ഏത് ഭാഗത്ത് വെച്ചാണ്? ചെറുകുടൽ. നെക്സ്റ്റ്, സസ്യകോശ ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. സസ്യകോശ ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള
മൂലകം ഓക്സിജൻ. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്ര? 7.3. pH മൂല്യം പൊട്ടൻഷ്യാലിറ്റി ഓഫ് ഹൈഡ്രജൻ എന്ന് pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യാലിറ്റി ഓഫ് ഹൈഡ്രജൻ. രക്തത്തിലെ pH മൂല്യം 7.3. ശുദ്ധജലത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7ആണ്. മണ്ണിന്റെ pH മൂല്യവും 7ആണ്. അപ്പം മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം അല്ലെങ്കിൽ പൊട്ടൻഷ്യാലിറ്റി ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 7.3. മണ്ണിന്റെ pH മൂല്യം 7. പിന്നെ ശുദ്ധജലത്തിന്റെയും 7 ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ വരും.